ഹായ് ഫ്രണ്ട്സ്, കാറ്ററ്റ് കാറ്റഗറി 3 സൈക്കോളജി സെക്കൻഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10 വീതം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസുമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിരുന്നു, അതിൽ അത്യാവശ്യം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മാനറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ കാറ്ററ്റ് കാറ്റഗറി 3 വളരെ സിമ്പിളായിട്ട് സൈക്കോളജിയുടെ ഏരിയയിൽ നിന്നും 40 മാർക്സ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും ക്വസ്റ്റ്യൻ ലിസ്റ്റിലേക്ക് ശ്രദ്ധിക്കുക. ഫസ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ആനിമൽ സൈഡ് ഓഫ് മാൻസ് നേച്ചർ അക്കോർഡിംഗ് ടു യൂങ്സ് തിയറി എന്നുള്ളത്. കാൾ യൂങ്സിന്റെ തിയറിയാണ് ഇത് വരുന്നത്. ഈ കാൾ യൂങ്സിന്റെ തിയറിയിൽ കുറച്ച് സൈഡുകൾ എടുത്തു പറയുന്നുണ്ട്. അതിൽ ആനിമൽ സൈഡ് ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ടുള്ളത് അനീമ, അനീമസ്, പേഴ്സോണ, ഷാഡോ എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഷാഡോ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ആനിമൽ സൈഡിൽ വരുന്നത് കറക്റ്റ് ആൻസർ എന്നുമ്പോൾ ഷാഡോ ആണ്. ഇനി എന്താണ് ഷാഡോ? ഇൻ കാൾ യൂങ് തിയറി ദ ആനിമൽ സൈഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഈസ് പ്രൈമർലി റെപ്രസെന്റഡ് ബൈ ദി ഷാഡോ ആർക്കെ ടൈപ്പ് എന്നുള്ളതാണ്. ഷാഡോ ആർക്കോ ടൈപ്പിൽ വരുന്നതാണ് ആനിമൽ സൈഡ്. അത് പ്രൈമർലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻ നേച്ചറിലാണ്. ആനിമൽ സൈഡിനെയാണ്, ഒരു ഹ്യൂമൻ നേച്ചറിലെ ആനിമൽ സൈഡിനെയാണ് ഷാഡോ ആർക്കോ ടൈപ്പ് എന്ന് പറയുന്നത്. ദിസ് ആർക്കോ ടൈപ്പ് എൻകംബസസ് ദ ഇൻസ്റ്റിങ്റ്റീവ്, primal and often repressed aspects of our personality, including our darker impulses, negative emotions and repressed desires എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് കൂടിയാണ് ഒരു മൃഗീയമായിട്ടുള്ള അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ഒരു വ്യക്തികളുടെ മൃഗീയമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അത് ഏത് തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസിലൂടെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഡിസൈഴ്സിൻ്റെ ഒക്കെ പുറന്തള്ളലുകളിലൂടെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ആനിമൽ സൈഡ് അല്ലെങ്കിൽ ഷാഡോ ആർക്കെ ടൈപ്പ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാൾ യൂങ് പ്രധാനമായിട്ടും 4 ആർക്കെ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാൾ യൂങ് ഏതൊക്കെയാണ് 4 ആർക്കെ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആർക്കെ ടൈപ്പ് എന്ന് പറയുന്നത് സെൽഫ് ആർക്കെ ടൈപ്പ് എന്ന് പറയും. രണ്ടാമത്തേത് പേഴ്സോണ, മൂന്നാമത്തേത് ഷാഡോ, നാലാമത്തേത് ദ അനീമ ആൻഡ് അനീമസ് എന്നുള്ളത്. ഇങ്ങനെ 4 ആർക്കെ ടൈപ്പുകളാണ് കാൾ യൂങ്, ഹ്യൂമനിസ്റ്റ് തിയറിയാണ് കാൾ യൂങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ സെൽഫിൽ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ദ ഹോൾ ഓർ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഓർ ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് സൈക്കോളജിക്കൽ ഹോൾനെസ് എന്നുള്ളതാണ്. നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു നമ്മൾ ഒരു വ്യക്തി എന്നുള്ളത് പറയുമ്പോൾ, ഒരു ഹോൾനെസ് എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ ഡയമെൻഷൻസും കൂടി ചേർന്നതാണ്. അതൊരു സൈക്കോളജിക്കൽ ഹോൾനെസ് ആണ് ഇവിടെ ഉൾപ്പെടുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള ഒന്നിനെ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ആണെന്ന് പറയുന്ന ഒരു സെൽഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ പേഴ്സോണ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സോഷ്യൽ ഇന്ററാക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു മാസ്ക്, ഒരു മുഖംമൂടിയാണ് എന്തെന്ന് പറയുന്നത് പേഴ്സോണ എന്ന് പറയുന്നത്. റെപ്രസെന്റിങ് ദ കോൺഷ്യസ് സെൽഫ് എന്നാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരാളെ എന്നെക്കുറിച്ച് എങ്ങനെ കരുതണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതൊരു മാസ്ക് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ് പേഴ്സോണ എന്ന് പറയുന്നത്. അതൊരു മാസ്ക് ആണ്. പിന്നെ ഷാഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു നെഗറ്റീവ് ഓർ അൺഡിസൈറബിൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്, ഒരു വ്യൂ ആണ്, ഒരു വ്യക്തിയുടെ മൃഗീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. റെപ്രസെന്റ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആസ്പെക്റ്റിലുള്ള ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് പറയുന്നത് ഷാഡോ ആർക്കെടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ അനീമ ആൻഡ് അനീമസ് എന്ന് പറയുന്നത്. അനീമയാണെങ്കിൽ ഫെമിനൈനും അതേപോലെ തന്നെ അനീമസ് ആണെങ്കിൽ മസ്കുലിനും ആസ്പെക്റ്റുകളാണ്. ഒരു വ്യക്തിയിലുള്ള ഫെമിൻ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയിലാണെങ്കിൽ മസ്കുലിൻ ആസ്പെക്റ്റിനെയാണ് എന്ന് പറയുന്നത്. ഫെമിനാണെങ്കിൽ അനീമ, അനീമസ് ആണെങ്കിൽ മസ്കുലിൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 4 ആർക്കെ ടൈപ്പുകൾ അത് ആര് എക്സ്പ്രസ് ചെയ്യുന്നതാണ്? ആരാണ് ആ തിയറിയിലൂടെ പറയുന്നത്? കാൾ യൂങ് ആണ്. കാൾ യൂങ് ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ 4 ആർക്കെ ടൈപ്പുകൾ അത് ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നുകിൽ ഈ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കും, അതല്ലെങ്കിൽ ഈ ഒരു 4 ആർക്കെ ടൈപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ചോദ്യമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. The next question, the first stage of creative thinking is. നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വലിയ ടഫ് ഒന്നുമില്ല. ഓക്കെ, അതിൽ വെരിഫിക്കേഷൻ പറയുന്നുണ്ട്, ഇൻക്യുബേഷൻ പറയുന്നുണ്ട്, പ്രിപ്പറേഷൻ പറയുന്നുണ്ട്, ഇവാലുവേഷൻ പറയുന്നുണ്ട്. അത് ഏതാണ്? എല്ലാവർക്കും അറിയാം, പ്രിപ്പറേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 5 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് എടുത്ത് നോക്കാം. ഇതിലിപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ 4 സ്റ്റേജുകൾ എടുത്ത് പറയുന്നുണ്ട്, ചിലതിൽ 5 സ്റ്റേജുകൾ എടുത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ ആണ്, മൂന്നാമത്തേത് ഇല്യൂമിനേഷൻ ആണ്,
നാലാമത്തത് ഇവാലുവേഷൻ ഓർ വെരിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് വൺ ഇംപ്ലിമെന്റേഷൻ ആണ്. പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, ഐഡന്റിഫൈങ് ദ പ്രോബ്ലം ഓർ ചലഞ്ചസ് ഐഡന്റിഫൈ ചെയ്യുക, ഇൻസ്പിറേഷൻസ് എന്താണെന്ന് അത് സീക്ക് ചെയ്യുക, കണ്ടെത്തുക. ദെൻ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സ്പാർക്ക് കണ്ടെത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഗ്നൈറ്റ് കണ്ടെത്തുക. അത് എന്താണ്, അതിലേക്ക് ഒരു അത് എങ്ങനെ വളർത്തി കൊണ്ടുപോകാം എന്നുള്ള ഒരു സ്പാർക്ക് കണ്ടെത്തുന്നതാണ് സ്റ്റേജ് ആണ് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ എന്ന് പറയും. നമ്മൾ നമ്മുടെ തലച്ചോറിൽ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇങ്ങനെ തലച്ചോറിൽ ഇങ്ങനെ ചിന്തിപ്പിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ സമയത്ത് ചില സമയത്ത് ചില ഐഡിയകൾ ഉദിക്കും. അത്തരത്തിലുള്ള ഐഡിയ അല്ലെങ്കിൽ ഒരു സ്പാർക്കിനെയാണെന്ന് പറയുന്നത് ഇൻക്യുബേഷൻ എന്ന് പറയും. അതിനൊരു പീരീഡ് ഉണ്ട്. ദെൻ ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആഹാ അടിപൊളി അല്ലെങ്കിൽ നല്ലത് എന്നുള്ള ആ ഒരു സഡൻ അപ്പിയറൻസ്, അത് നന്നായിരിക്കും, ഈ ഒരു ഐഡിയ നന്നായിരിക്കും എന്നുള്ള ആ ഒരു പെട്ടെന്നുള്ള ഒരു 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 പിന്നെ സ്പാർക്കിനെയാണെന്ന് പറയുന്നത് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവാലുവേഷൻ, അതിനെ ഒരു വെരിഫിക്കേഷൻ നടത്തണം, ആ ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ. ദെൻ അതിനെ പുട്ടിങ് ടു ദി ആക്ഷൻ എന്നുള്ളതാണ്, അതായത് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയും. ഇങ്ങനെ 5 സ്റ്റേജുകളിലൂടെയാണ് ക്രിയേറ്റീവ് തിങ്കിങ് കടന്നു പോവുക: പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്യൂമിനേഷൻ, ഇവാലുവേഷൻ ഓർ വെരിഫിക്കേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഇംപ്ലിമെന്റേഷൻ എന്നുള്ളത്. The next question, select the name who proposed psychosocial theory. ആരാണ് സൈക്കോസോഷ്യൽ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഏതാണ്? ബ്രൂണർ ആണോ, പിയാഷെ ആണോ, എറിക്സൺ ആണോ, സ്കിന്നർ ആണോ? ആരാണ് സൈക്കോസോഷ്യൽ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? എറിക് എറിക്സൺ ആണ്. ഞാൻ പലപ്പോഴും പല ക്ലാസ്സുകൾ ഉൾപ്പെടുത്താറുള്ളത് ഇതേ സാമ്യമുള്ള ഒരു പേര് കൂടിയുണ്ട്, എറിക് ബേൺ എന്നുള്ളത്. എറിക് ബേണിന്റെ തിയറിക്ക് പറയുന്ന പേരാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ളതാണ് എറിക് ബേണിന്റെ തിയറി. അതുകൂടി ഇതിന്റെ സാന്ദർഭികവശാൽ ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്താണ് സൈക്കോസോഷ്യൽ തിയറി എന്ന് പറയുന്നത്? സൈക്കോസോഷ്യൽ തിയറി, അതായത് എറിക്സന്റെ സൈക്കോസോഷ്യൽ തിയറി ഒരു 8ഓളം സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. Primarily associated with Erik Erikson, posits that personality development occurs in stages throughout the lifespan. അതായത് ഒരു ലൈഫ് സ്പാനിൽ ത്രൂ ഔട്ട് പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന ആ പല സ്റ്റേജുകളിലും ചില കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ആ ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാതെ വന്നാൽ ആ വ്യക്തിയിൽ ചില തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നു എന്ന് സമർത്ഥിക്കുന്ന ഒരു തിയറിയാണെന്ന് പറയുന്നത് സൈക്കോസോഷ്യൽ തിയറി എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ബോത്ത് ഇന്റേണൽ സൈക്കോളജിക്കൽ നീഡ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഷ്യൽ ഇന്ററാക്ഷൻസ്. Each stage presents a unique psychosocial crisis or challenge that must be resolved for healthy development and a sense of competence. ഒരു നല്ല ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് സ്റ്റേജുകളിൽ ലഭിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളും അതേപോലെ തന്നെ അതാത് സ്റ്റേജുകളിൽ നടക്കേണ്ടതായിട്ടുള്ള ടാർഗറ്റുകളും കംപ്ലീറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് അഡൽട്ട്ഹുഡിലാണെങ്കിൽ യഥാസമയത്ത് കല്യാണം നടക്കുക എന്ന് പറയുന്നത് ഒരു ടാർഗറ്റാണ്. പിന്നെ അതെ, കുട്ടികളുടെ സമയത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ടാർഗറ്റാണ്. പഠനം അത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാർഗറ്റാണ്. ജോലി ലഭിക്കുക എന്ന് പറയുന്നത് അതാത് സ്റ്റേജുകളിൽ ഓരോരോ ടാർഗറ്റുകളാണ്. ഈ ടാർഗറ്റുകൾ അതാത് സ്റ്റേജുകളിൽ നടക്കാതെ വരുമ്പോൾ ആ നടക്കാത്തത് കാരണം ആ വ്യക്തിയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുക വഴി ആ വ്യക്തിയുടെ ഹെൽത്തി ഡെവലപ്മെന്റ് നടക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്? എറിക് എറിക്സൺ പറയുന്നത് എന്നുള്ളതാണ്. ആ തിയറിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം 8 സ്റ്റേജുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സ് ഷെയിം ഓർ ഡൗട്ട്, ഇനിഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി, ഐഡന്റിറ്റി വേഴ്സ് കൺഫ്യൂഷൻ, ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ, ജനറേറ്റിവിറ്റി വേഴ്സ് സ്റ്റാഗ്നേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി വേഴ്സ് ഡിസ്പയർ. ഇവിടെ നമ്മളോട് ചോദ്യം ചോദിക്കുക, ഈ ഓരോ സ്റ്റേജിന്റെയും ഓരോ സ്റ്റേജുകൾ ഏതാണെന്നുള്ളതാണ്. ഈ നമ്മൾ എറിക് എറിക്സന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് ടു ഇന്റഗ്രിറ്റി വേഴ്സ് ഡിസ്പയർ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓരോന്നിനും ഡെവലപ്മെന്റൽ സ്റ്റേജുകളായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത് എന്താണ്? ഇൻഫൻസിയാണ്, 0 to 1 year. അത് ചില പുസ്തകങ്ങൾ ആ ഇയറിന്റെ ചെറിയ സ്ലൈറ്റ്ലി വേരിയൻസുകൾ ഉണ്ടാവും. 0 to 2 years എന്നൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ 2 to 3 years എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് അതായത് ഡെവലപ്മെന്റൽ സൈക്കോളജിയിലെ തിയറികളെ ഇൻഫൻസി, ഇയർലി ചൈൽഡ്ഹുഡ്, പ്ലേ ഏജ്, സ്കൂൾ ഏജ്, അഡോളസൻസ്, ഏർലി അഡൽട്ട്ഹുഡ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ഏജ് വേരിയൻസ്, ഏജ് പീരിയഡിന് വ്യത്യാസമുണ്ടാവും. അത് ഓരോ തിയറിസ്റ്റിന്റെ ബേസിലാണ് ആ വ്യത്യാസങ്ങൾ വരുന്നത്. അതിവിടെ നിങ്ങൾ വല്ലാതെ കൺസേൺഡ് ആവേണ്ട. അത് ലോജിക്കലി നിങ്ങൾ ആ ഓപ്ഷൻസിന് ബേസ് ചെയ്തുകൊണ്ട് വേണം പറയാൻ, ഏജ് ലിമിറ്റിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒരു ടാക്ട്ഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് ആണെങ്കിൽ അത് ഇൻഫൻസി സ്റ്റേജ് ആണ്. ഓട്ടോണമസ് വേഴ്സ് ഷെയിം ഓർ ഡൗട്ട് ആണെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. ഇനിഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ് ആണെങ്കിൽ പ്ലേ ഏജ് ആണ്. ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി ആണെങ്കിൽ സ്കൂൾ ഏജ് ആണ്.
ഐഡന്റിറ്റി വേഴ്സ് കൺഫ്യൂഷൻ ആണെങ്കിൽ അഡോളസെന്റ് ആണ്. ഏർലി അഡൽട്ട്ഹുഡ് ആണെങ്കിൽ ഇന്റിമസി ഓർ വേഴ്സ് ഐസൊലേഷൻ ആണ്. മിഡിൽ ഏജ് ആണെങ്കിൽ ജനറേറ്റീവ് വേഴ്സ് സ്റ്റാഗ്നേഷൻ ആണ്. ഓൾഡ് ഏജ് ആണെങ്കിൽ ഇന്റഗ്രിറ്റി വേഴ്സ് ഡിസ്പയർ ആണ്. അപ്പോൾ ഇവ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതായത് എന്താണ് ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്. ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഓർ മിസ്ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേസിക് നീഡ്സ് സച്ച് ആസ് നോറിഷ്മെന്റ് ആൻഡ് അഫെക്ഷൻ വിൽ ബി മെറ്റ്. അതാത് സമയത്ത് നോറിഷ്മെന്റ് ആൻഡ് അഫെക്ഷൻ കുട്ടികൾക്ക് അതാത് സമയത്ത് ലഭിക്കണം. സ്നേഹം കിട്ടേണ്ട സമയത്ത് തന്നെ സ്നേഹം കിട്ടിയെങ്കിലേ ആ കുട്ടികളുടെ വളർച്ച അതാത് രീതിയിൽ വളർന്നു വരികയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോണമി വേഴ്സ് ഡൗട്ട്സ്, ചില സമയത്ത് ഡൗട്ട്സ് വരുന്ന എന്താണ്, ഡെവലപ്പ് എ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ മെനി ടാസ്ക്സ് എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻസ് അവർ ഫീൽ ചെയ്യണം. ഡിപ്പെൻഡൻസിൽ നിന്നും ഇൻഡിപെൻഡൻസിലേക്ക് മാറണം. സ്വന്തം ആയിട്ട് ടോയ്ലറ്റ് പോവുക, വാഷ് ചെയ്യുക, പിന്നെ പല്ല് തേക്കുക, ഡ്രസ്സ് ഹുക്ക് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻഡിപെൻഡൻസിലേക്ക് പോകുന്നത്. അപ്പോൾ അതാത് സമയങ്ങൾ അത് എല്ലായ്പ്പോഴും നമ്മൾ പിന്നെ നല്ല കൊഞ്ചിച്ച് വളർത്തുന്ന കുട്ടികളാണെങ്കിൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ആ കുട്ടികളുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുന്നു. അങ്ങനെ അവർക്ക് ഡൗട്ട് ഉണ്ടാകുന്നു, ഷെയിം ഉണ്ടാകുന്നു, നാണം തോന്നുന്നു, നാണക്കേട് തോന്നുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ അതിലൂടെ വരുന്നതാണ്. അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒരു വലിയതായിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിലും നിങ്ങൾ ഈ ഒരു ആൻസറിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇത് കൂടുതലായിട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കേട്ടിട്ട് കാറ്റഗറി 3 അപ്ലൈ ചെയ്യാൻ പറ്റും. അതും അല്ലെങ്കിൽ സെറ്റിനും സീറ്ററ്റിനും നെറ്റിനും ഒക്കെ ഇത് എടുത്തെടുത്ത് ആവർത്തിച്ച് ചോദിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന് നമ്മളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അതിൽ തന്നിട്ടുണ്ടാവും. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അഡോളസെൻസിലെ ഏജ് സ്റ്റേജിൽ വരുന്ന ഐഡന്റിറ്റി വേഴ്സ് കൺഫ്യൂഷൻ എന്നുള്ളത്. എക്സ്പെരിമെന്റ് വിത്ത് ആൻഡ് ഡെവലപ്പ് ഐഡന്റിറ്റി ആൻഡ് റോൾസ് എന്നുള്ളത്. അതിൽ സ്ട്രെസ്, സ്റ്റോം ആൻഡ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു 8 സ്റ്റേജുകൾ നിങ്ങൾ എടുത്ത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള എന്താണ്, സെലക്ട് ദി നെയിം ഹൂ പ്രപ്പോസ്ഡ് സൈക്കോ സോഷ്യൽ തിയറി. അതാരാണ്? എറിക്സൺ ആണെന്നുള്ളതാണ്. The next question, the overall changes in all aspects of human throughout their lifespan is referred to. എന്താണ് ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ഈസ് റെഫേർഡ് ടു. എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ചെറിയൊരു ലോജിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെച്ചുറേഷൻ ആണോ, മോട്ടിവേഷൻ ആണോ, ലേണിംഗ് ആണോ, ഡെവലപ്മെന്റ് ആണോ? ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് അത് ലൈഫ് സ്പാനിലുടനീളം നടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ലേണിങ്ങോ മോട്ടിവേഷനോ മെച്ചുറേഷനോ അല്ല, അത് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്മെന്റ് എന്താണ്, ഗ്രോത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ കമ്പാരിസൺ മനസ്സിലാക്കുമ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഡെവലപ്മെന്റ് ആണെന്നുള്ളതാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി, സോഷ്യലി, പിന്നെ എക്കണോമിക്കലി, അതേപോലെ തന്നെ പിന്നെ ഫിസിക്കലി എല്ലാ തരത്തിലുള്ള വളർച്ച, എല്ലാ ഡയമെൻഷനിലുമുള്ള വളർച്ചയാണ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബുക്ക് നെയിംഡ് ദ ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദി ചൈൽഡ് ഈസ് റിട്ടൺ ബൈ. ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ചൈൽഡ്, ഇത് ആര് എഴുതിയതാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം, ഒന്നോ രണ്ടോ ചോദ്യം ബുക്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരും. അത് നോർമലി നമ്മൾ പഠിക്കുന്ന സയന്റിസ്റ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ആരുടെ പുസ്തകമാണ്? ജീൻ പിയാഷയുടേതാണ്. അപ്പോൾ നോം ചോംസ്കിയുടെയും ലേവ് വൈഗോത്സ്കിയുടെയും സ്കിന്നറുടെയും പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടി നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ദി NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് റെക്കമെൻഡേഷൻ ദി ടോട്ടൽ ടൈം ഫോർ ഹോംവർക്ക് ഈസ്. എത്ര മണിക്കൂറാണ് ഹോംവർക്കിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഹോംവർക്കിൽ എത്ര മണിക്കൂർ കൊടുക്കണം? 4 hours ആണോ, 3 hours ആണോ, 2 hours ആണോ, 0 hours ആണോ? ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. അത് ഏത് സ്റ്റേജിലുള്ള കുട്ടികൾക്കാണ് എത്ര മണിക്കൂർ ഹോംവർക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻസ് ആണ്. എങ്കിലും ഇവിടെ ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 2 hours എന്നുള്ളതാണ്. അത് ഏത് തരത്തിലാണ് ആൻസർ 2 hours എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുള്ളത്? അത് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ എന്ന രീതിയിലാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്? നമ്മൾ കാറ്റഗറി 3 സ്റ്റുഡൻസ് ആണ്. നമ്മൾ കാറ്റഗറി 3യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ആരാണ്? സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ നമ്മൾ അത് അൺകോൺഷ്യസ്ലി കിട്ടേണ്ട കാര്യമാണ്. അതിൽ പിന്നെ എന്താ പറയുക, സൈലന്റ്ലി അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്നത് 2 hours എന്നതുകൊണ്ട് പറയുന്നത്. അതേസമയം LP സ്കൂളിലെയും UP സ്കൂളിലെയും ടെറ്റുകളാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതാത് പിന്നെ കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഫോർ സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എ മാക്സിമം ഓഫ് 2 hours എ ഡേ, about 10 to 12 hours a week എന്നുള്ളതാണ് പറയുന്നത്. ടീച്ചേഴ്സ് നീഡ് ടു വർക്ക് ടുഗദർ ടു പ്ലാൻ ആൻഡ് റാഷണലൈസ് ദ എമൗണ്ട് ഓഫ് ഹോംവർക്ക് ദാറ്റ് ദേ ഗിവൺ ചിൽഡ്രൻ. NCF 2005 പ്രകാരമാണ് ഇത് ഔട്ട് ചെയ്തിട്ടുള്ളത്. എന്നാലോ മറ്റു ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണെങ്കിൽ എത്ര ഇതുവരെയാണ് പറയുക, അത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്ത് പറയണം. അതേ ക്ലാസ് 2 വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഹോംവർക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് NCFൽ.
അതേപോലെ തന്നെ 3 മുതൽ 5 വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ വീക്കിലി 2 അവേഴ്സ് കൊടുത്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം പിന്നെ 6 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കാണെങ്കിലോ അത് പിന്നെ 1 അവർ പെർ ഡേ എന്നുള്ളതാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 5 ടു 6 അവേഴ്സ് പെർ വീക്ക് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഹയർ സെക്കൻഡറി ആണെങ്കിൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ അത് 9 ടു പിന്നെ 12 ആണെങ്കിൽ എന്താണ് മാക്സിമം വീക്കിലി 10 ടു 12 അവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഡേയിൽ 2 അവേഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. So next question, select the person who stated adolescence is a period of stress and strain, storm and strife. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? അത് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്, അല്ലാണ്ട് എറിക് എറിക്സന്റെ ആ തിയറി പ്രകാരം പറഞ്ഞതല്ല. ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പറഞ്ഞിട്ടുള്ളത് ആരാണ്? സെലക്ട് ദി പേഴ്സൺ ഹു സ്റ്റേറ്റഡ് അഡോൾസൻസ് ഈസ് എ പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രിഫ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാൻലി ഹോൾ ആണ് കേട്ടോ. സ്റ്റാൻലി ഹോൾ. ആ തിയറികൾ കൂടി നിങ്ങളൊന്ന് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിനെക്റ്റിക് ഈസ് എ ടെക്നിക് ഡിസൈൻഡ് ഫോർ പ്രൊമോട്ടിംഗ് ഡാഷ്. എന്താണ് സിനെക്റ്റിക് എന്നുള്ളത്? ക്രിയേറ്റീവ് സ്റ്റുഡൻസിനെയാണോ, അണ്ടർ അച്ചീവേഴ്സിനാണോ, ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനാണോ, മെന്റലി ചലഞ്ചഡ് ആണോ? ഇവിടെ സിനെക്റ്റിക് ഈസ് എ ടെക്നിക് ഡിസൈൻ ഫോർ ക്രിയേറ്റീവ് സ്റ്റുഡന്റ് എന്നുള്ളതാണ്. എന്താണ് സിനെക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിനെക്റ്റിക് ഈസ് എ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് മെത്തഡോളജി ദാറ്റ് എൻകറേജസ് എക്സ്പ്ലോറിംഗ് ഐഡിയാസ് ബൈ ഡ്രോയിങ് കണക്ഷൻസ് ബിറ്റ്വീൻ സീമിംഗ്ലി അൺറിലേറ്റഡ് കോൺസെപ്റ്റ്സ് എന്നുള്ളതാണ്. പരസ്പരം ബന്ധിതമല്ലാത്ത കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുന്ന ഒരു മെത്തഡോളജിക്കൽ സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് സിനെക്റ്റിക് എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് സ്റ്റുഡൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? സിനെക്റ്റിക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റണ്ണിംഗ് ഓഫ് വേർഡ്സ് ടുഗദർ ഈസ് എ സ്പീച്ച് ഡിഫെക്റ്റ് നോൺ ആസ്. ഇതൊരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ഒരുപോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. അതിൽ ചില പിന്നെ ഡിഫക്റ്റ് തന്നെ അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് തന്നെ എടുത്തു പറയുന്നുണ്ട്. ചിലത് സാധാരണ നമ്മൾ സംസാരം നോർമൽ വ്യക്തികളിൽ നടക്കുന്ന സാധാ സംസാരങ്ങളിൽ വരുന്ന കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ലിസ്പിംഗ് ആണോ, സ്ലെറിംഗ് ആണോ, സ്റ്റാമറിംഗ് ആണോ, സ്റ്റെറ്ററിംഗ് ആണോ? അപ്പോൾ റണ്ണിംഗ് ഓഫ് വേർഡ്സ് ടുഗദർ ഈസ് എ സ്പീച്ച് ഡിഫക്റ്റ് നോൺ ആസ്. റണ്ണിംഗ് വേർഡ്സ് ടുഗദർ, ഒരേ സമയം തന്നെ പെട്ടെന്ന് തിരക്കൂട്ടി പറയുന്ന രീതിയൊക്കെ തോന്നുക, പിന്നെ ഒരേ സമയം പിന്നെ ആ സ്പീഡിൽ സംസാരിക്കുക, അത് നോർമൽ ടോക്കാണ്. അതിന് വേറെ പേര് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇതൊരു ഡിഫക്റ്റ് ആയിട്ടാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഡിഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആയിട്ടാണ് എടുത്ത് പറയുന്നത്. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് സ്ലെറിംഗ് എന്നുള്ളതാണ്. സ്ലെറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമാണ്. ഡിസാർത്രിയ എന്നുള്ളതാണ് അതിൻ്റെ ടേമിന് പറയുന്ന പേര്. എന്താണ്? റണ്ണിംഗ് ഓഫ് വേർഡ്സ് ടുഗദർ വെർ സിലബിൾസ് ഓർ വേർഡ്സ് ബ്ലെൻഡ് ടുഗദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസാർത്രിയ എന്നുള്ളതാണ്. വിച്ച് ഈസ് എ മോട്ടോർ സ്പീച്ച് ഡിസോർഡർ. ഇതെന്താണ്? മോട്ടോർ സ്പീച്ച് ഡിസോർഡർ ആണ്. ഡിസാർത്രിയ occurs when the muscles used for speech are weak or hard to control എന്നുള്ളതാണ്. making it difficult to produce clear and understandable speech. making it difficult to produce clear and understandable speech എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുക, മനസ്സിലാക്കുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറയുന്നത് പിന്നെ ഡിസാർത്രിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സിംറ്റം ആണ് ഏതെന്ന് പറയുന്നത് സ്ലെറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലെറിഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലെഡ് സ്പീച്ച് ഈസ് എ കോമൺ സിംറ്റം ഓഫ് ഡിസാർത്രിയ ഇൻഡിക്കേറ്റിംഗ് ഡിഫിക്കൽട്ടി ഇൻ പ്രൊഡ്യൂസിങ് ഡിസ്റ്റിങ്ക്റ്റ് സൗണ്ട്സ് ആൻഡ് വേർഡ്സ് എന്നുള്ളതാണ്. അതായത് അത് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുക. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. അതേസമയം പിന്നെ ലിസ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിസ്പിംഗ് എസ്പെഷ്യലി റെഫേഴ്സ് ടു എ ഡിഫിക്കൽട്ടി ഇൻ പ്രൊഡ്യൂസിങ് ദ ഇസ് ഓർ സ സൗണ്ട്സ്. ഈ സൗണ്ട്സിന് പകരം എസ്സിനും സിനും സൗണ്ട്സിന് പകരം എന്ന് ഉച്ചരിക്കുക. അത്തരത്തിലുള്ളതിനൊക്കെയാണെന്ന് ലിസ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അത് മനസ്സിലായല്ലോ. അപ്പോൾ ലിസ്പിംഗ്, സ്ലെറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസ്പഷ്ടമായിട്ടുള്ളത്. സ്റ്റാമറിംഗ് സ്റ്റട്ടറിംഗ് ഒക്കെ വിക്കി പറയുക എന്നുള്ള ഒരു അവസ്ഥയാണ്. സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്. ഒരു സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫക്റ്റ് കൂടിയാണ്. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ടെൻഷൻ കയറുമ്പോൾ ഒക്കെ സ്റ്റാമറിംഗ് ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ? ആ ഒരു സെൻസ് ഒക്കെ പറയാം. രണ്ടും വിക്കിന്റെ ഒരു ഇതാണ്. മറ്റേതൊരു ടെക്നിക്കൽ ടൈമാണ്, മറ്റേത് നോർമലി യൂസ് ചെയ്യുന്ന ടൈമായിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് പറയുന്നതിന് കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വേർഡിനെ നിങ്ങൾ പരമാവധി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലെറിംഗ് എന്നുള്ള വേർഡിനൊക്കെ കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് ഈസ് നോൺ ആസ് ഡാഷ്. എല്ലാ ക്ലാസ്സുകളിലും മിക്കവാറും ഞാൻ എടുത്ത് പറയുന്നതാണ്. എന്താണ്? സിസ്റ്റമാറ്റിക് തിങ്കിങ് ആണോ, മെറ്റാകോഗ്നിറ്റീവ് തിങ്കിങ് ആണോ, അബ്സ്ട്രാക്ട് തിങ്കിങ് ആണോ, ഇൻട്രോസ്പെക്ഷൻ തിങ്കിങ് ആണോ? ഇൻട്രോസ്പെക്ഷൻ ആണോ?
അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സൈക്കോളജിയുടെ ബേസിക് സ്കൂളുകളിൽ എടുത്തു പറയുന്ന 2 സ്കൂളുകളുണ്ട്. സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം അല്ലെ. ആ സ്ട്രക്ചറലിസത്തിലും ഫങ്ഷണലിസത്തിലൊക്കെ എടുത്തു പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ് അല്ലെ. അപ്പോൾ അതൊരു ടേമാണ്, അത് അതിൽ പറയുന്നതാണ്. പക്ഷെ ഇവിടെ എബിലിറ്റി ടു തിങ്ക് അബൌട്ട് തിങ്കിങ് എന്റെ ചിന്തയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാ കോഗ്നിറ്റീവ് തിങ്കിങ് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ആയിട്ട് എടുത്ത് പറയുന്നത് മെറ്റാ കോഗ്നിറ്റീവ് തിങ്കിങ് ആണ്. അപ്പോൾ അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്, കോൺക്രീറ്റ് തിങ്കിങ് ഉണ്ട്, അത് വേറെയാണ്. അത് നമുക്ക് ടൈമായിട്ട് പഠിക്കാനുള്ളത്. എന്താണ് ഇൻട്രോസ്പെക്ഷൻ, അത് വേറെ സ്കൂളുകൾ, സൈക്കോളജിന്റെ സ്കൂളുകളിൽ എടുത്ത് പഠിക്കുന്നതാണ്. സിസ്റ്റമാറ്റിക് തിങ്കിങ് എന്താണ്, അത് തിങ്കിങ്ങിന്റെ മറ്റൊരു മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിങ്ക് അബൌട്ട് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെറ്റാ കോഗ്നിറ്റീവ് തിങ്കിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഏതെങ്കിലും മേഖലയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, നമ്മുടെ ചാനൽ റീച്ച് എത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തരിക. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.